മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ വീട്ടിലുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എങ്ങനെയെങ്കിലും എന്റെ മകനെ 10th പാസ്സാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പ്രവീണിന്റെ അമ്മ. ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു അമ്മയാണിട്ടത്. ഇവളുടെ ലോകം എന്ന് പറഞ്ഞാല് ഭയങ്കര കുഞ്ഞതാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച ഹസ്ബൻഡും കഷ്ടപ്പെട്ട് പ്രസവിച്ച ഒരേ ഒരു മകനായിട്ടുള്ള പ്രവീണുമാണ്. ഇവര് രണ്ടുപേരുമാണ് ഇവരുടെ ലോകം. ഇന്നാണ് പ്രവീണിന്റെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ പൂജ ഒക്കെ ചെയ്ത് പൂജക്ക് ഉപയോഗിച്ച ആ ഒരു പഴയില്ലേ, അതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് ഉറങ്ങിക്കിടക്കുന്ന മോന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രവീണ എനിക്ക് ഈ ജ്യൂസ് കുടിക്കി, എന്നാലേ നിനക്ക് എല്ലാ സ്വാമിമാരുടെ അനുഗ്രഹവും കിട്ടും, എന്നാലേ നീ പബ്ലിക് എക്സാമിലൊക്കെ പാസ്സാവും എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട ഹീറോ ആണെന്ന് വെച്ചാൽ അയ്യോ എന്റെ പൊന്നമ്മ എന്നെ വിട്ടേക്ക്, ആ ജ്യൂസ് കൊണ്ടുപോയിട്ട് നിങ്ങളെ കെട്ടിയവന് കൊടുക്കാനായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ജ്യൂസ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉറങ്ങിക്കൊടുക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എണീപ്പിച്ചിട്ട് ഈ ജ്യൂസ് കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് അവനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാണ്, വേസ്റ്റ് ആവാതിരിക്കാൻ നീ എനിക്ക് കൊണ്ട് തന്നതാണ്. അവനോ ഈ വീട്ടിലെ വേസ്റ്റ്, അവൻ വേണ്ടാന്ന് പറഞ്ഞ ജ്യൂസ് ഞാൻ കുടിക്കണം, എടുത്തോണ്ട് പൊക്ക ഇവിടെ നിന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞ് അമ്മനെ അവിടെ നിന്ന് ഓടിക്കാണ്. യെസ്, ഈ വീട്ടിലെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ആള് ഹീറോന്റെ അടുത്ത് നിൽക്കുന്നത് ഹീറോന്റെ അച്ഛൻ തന്നെയാണ്. ജീവിതത്തിലെ വലിയ ഒരു ബിസിനസ് ചെയ്ത് വലിയ ബിസിനസ്മാൻ ആകണമെന്നായിരുന്നു ആ ഒരു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ വേണ്ടത്ര പഠിപ്പില്ലാത്തോണ്ട് തന്നെ ഒരു ചെറിയ ബേക്കറി ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഹീറോന്റെ അമ്മ രാവിലെ തന്നെ അവനെയും കൂട്ടി റിസൾട്ട് നോക്കാനായിട്ട് ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. രവിന്റെ മുഖത്ത് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, അവൻ ഭയങ്കര കൂളായിരുന്നു. ഇപ്പൊ ആ ഒരു സെന്ററിൽ ചെന്ന് റോൾ നമ്പർ ഒക്കെ കൊടുത്ത് അമ്മ റിസൾട്ട് പേടിയോടെ നോക്കുന്നുണ്ട്. 36, 37, 35 അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും പ്രവീൺ ജസ്റ്റ് പാസ് ആവുന്നുണ്ട്. പക്ഷെ അമ്മ ആണെന്ന് വെച്ചാൽ ഇതെന്തോ ഫസ്റ്റ് ക്ലാസ് ആണെന്നുള്ള വിചാരത്തിൽ ഇത്രയും സന്തോഷം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവള് വിചാരിച്ചിരുന്നത് അവൻ ഫെയിൽ ആവുന്നതാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് പാസിംഗിലും ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മകനെയും കൂട്ടിക്കൊണ്ട് അവള് വേഗം ബേക്കറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അച്ഛനോട് സന്തോഷത്തോടുകൂടി അതെ നമ്മുടെ മോൻ പാസ്സായി എന്ന് പറയാണ്. ഇത് കേട്ട അച്ഛനും പാസ്സൊക്കെ ഇപ്പൊ എല്ലാരും ആവും, എത്ര മാർക്ക് ഉണ്ട് എന്ന് ചോദിക്കാണ്. അമ്മ അപ്പോ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഒരു 200 ഒക്കെ ഉണ്ടാവും എന്ന് പറയാണ്. 200 ഒക്കെ ഒരു മാർക്കാണോ? അതെ, ഇതൊന്നും വർക്കൗട്ട് ആവും എനിക്ക് തോന്നുന്നില്ല. അവനിനി പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് അവനോട് മര്യാദക്ക് ബേക്കറി വന്ന് ഇവിടുത്തെ പണിയെടുക്കാനായിട്ട് പറയാണ്. അത് കേട്ട അമ്മ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മക്ക് അവനെ പഠിപ്പിച്ച ഒരു വലിയ IAS കാരനാക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛൻ ആ സമയം ഇവൾക്കത് പ്രാന്തായ, ഇവളെന്തിനാ എന്റെ അമ്മക്ക് ഇട്ടേറിനെ, എന്തായാലും അവന്റെ സ്കൂളിൽ അവനെ TC കൊടുത്ത് പറഞ്ഞേക്കുള്ളൂ, അല്ലാണ്ട് അവനക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു മാർക്കം വെച്ചിട്ട് വേറെ സ്കൂളിലൊക്കെ അവനക്ക് അഡ്മിഷൻ കിട്ടോ? എന്തായാലും ഞാൻ പറഞ്ഞ പണി തന്നെ അവൻ ചെയ്യേണ്ടി വരും എന്ന് പറയാണ്. അമ്മ ആണെന്ന് വെച്ചാൽ നേരെ പോകുന്നത് പ്രിൻസിപ്പളിനെ കാണാനായിട്ട് അവന്റെ സ്കൂളിലേക്കാണ്. എന്നിട്ട് അവനക്ക് +1 ഒരു സീറ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അമ്മനെ കണ്ടത് ഈ പ്രിൻസിപ്പൾ ആണെന്ന് വെച്ചാൽ എന്റെ പൊന്നു മേഡം, അവൻ ഈ 10 വരെ എങ്ങനെ സഹിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അവൻ പാസ്സായത് തന്നെ വലിയ കാര്യം. ഇനി ഇവിടെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല, അവനെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ അവനെ കൊണ്ട് ചേർത്താനായിട്ട് പ്രിൻസിപ്പളും പറയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പ്രിൻസിപ്പൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ അവളുടെ ഇമോഷണൽ പെർഫോമൻസ് അങ്ങോട്ട് പുറത്തെടുക്കാണ്. മാഡം, ഞാൻ ഇവനെ LKG ചേർത്താൻ വരുന്ന സമയത്ത് മാഡം എന്താ പറഞ്ഞേ, ഇവൻ ഒരു ബ്രില്യൻ ബോയ് ആണെന്ന്, ഞങ്ങൾ ഇനി ഞങ്ങളുടെ മോനെ പോലെ ഇവരെ നോക്കിക്കോളാന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞേ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ ഞാൻ ചെയ്യാന്ന്, നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അത് കേട്ട് പ്രിൻസിപ്പളും ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് വെച്ചിട്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഇത്രയും തൊല്ലുണ്ടാക്കുന്ന കുട്ടിയാവുന്ന അപ്പൊ വിചാരിച്ചില്ലല്ലോ. എന്തായാലും ശരി, ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ആ ഒരു സ്കൂളിൽ തന്നെ അവനക്ക് സീറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിക്ക് ഹീറോക്ക് അവിടെ സീറ്റും കിട്ടാണ്. അങ്ങനെ അവൻ +1 ജോയിൻ ചെയ്യുന്ന ആ ഒരു ദിവസം എത്താണ്. അവനിപ്പോ എല്ലാം തീരുത്തി പഠിക്കുന്നു വിചാരിച്ചാല് അവന്റെ ഫുൾ ടൈം ഹോബി എന്താന്ന് വെച്ചാൽ പെൺകുട്ടികളെ സൈറ്റ് അടിക്കാന്നുള്ളതായിരുന്നു. അവനക്കൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു. ഈ ബബ്ലി പോലെ ഇരിക്കുന്നവന്റെ പേരാണ് ബബ്ലു. പിന്നെ നരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്. പ്രവീണിന്റെ വായലാണെന്ന് വെച്ചാൽ ഏത് സമയവും പെൺകുട്ടികള് 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 ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് സ്റ്റാൻഡിൽ പോയാല് ആ പെൺകുട്ടി തന്നെയാണ് നോക്കുന്നത്, ബസ്സിൽ കയറിയാല് ഈ പെൺകുട്ടി തന്നെയാണ് നോക്കുന്നത്. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുന്ന വഴിക്ക്, സ്കൂളിൽ എത്തിയാല് എല്ലാ പെണ്ണുങ്ങളും അവനെ നോക്കുന്നതാണെന്ന് അവനവന്റെ ഫ്രണ്ട്സിനോട് പറയാണ്. ഫ്രണ്ട്സ് അപ്പൊ അവനെ പറഞ്ഞു തിരുത്തുന്നുണ്ട്. എന്റെ പൊന്നളിയ, ആ പെണ്ണുങ്ങൾ നിന്നൊന്നും നോക്കുന്ന പോലും ഇല്ല, നീ നിന്റെ ആ ഒരു അത്ഭുത ലോകത്ത് നിന്ന് ഒന്ന് പുറത്തേക്ക് വാ, നീ ഒന്ന് റിയാലിറ്റിക്ക് വാ, ഒരു പെണ്ണിനും നിന്നെ വേണ്ടാന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ ചെന്നാലും പഠിക്കാതെ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അവനിങ്ങനെ പോവാണ്. പഠിക്കലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ ആ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോന്റെ ഗ്യാങ് മൊത്തത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചർ അവനെ ക്ലാസ്സിന്റെ പുറത്ത് നിർത്തുന്നുണ്ട്. അവന്റെ അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി പ്രതീക്ഷ ഇതുപോലെ തന്നെ ടീച്ചർ പുറത്താക്കിയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അവര് രണ്ടു കൂട്ടരും ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഏത് സമയവും അവര് പുറത്ത് തന്നെയാണ്. അങ്ങനെ അവര് തമ്മിൽ സംസാരിച്ച് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. പക്ഷെ അവളെ കണ്ട ആദ്യത്തെ ആ ഒരു നിമിഷം തന്നെ പ്രവീൺ അവളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. ഐ മീൻ ലവ്. എപ്പോഴും ഹീറോയും അവന്റെ ഫ്രണ്ട്സും ക്ലാസ്സിന്റെ പുറത്തേക്കുന്ന സമയത്ത് സെയിം പ്രതീക്ഷയും ക്ലാസ്സിന്റെ പുറത്ത് തന്നെ ഉണ്ടാവും. ഒരു ദിവസം പ്രവീൺ ചെന്നിട്ട് എന്തുകൊണ്ടാണ് നിന്റെ ടീച്ചർ പുറത്താക്കുന്നതെന്നുള്ള റീസൺ ചോദിക്കുന്നുണ്ട്. അവള് ക്ലാസ് ടൈം സ്നാക്സ് എടുത്ത് അവളുടെ ടിഫിൻ ബോക്സ് എടുത്ത് ഇരുന്ന് തിന്നാം, ഏത് സമയവും തീറ്റ തീറ്റ തീറ്റ, ഈ ഒരു വിചാരം ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. അതുകൊണ്ടാണ് അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത്. ഓ, നിന്റെ വീക്ക്നെസ് ഇതാണല്ലേ,
ഞാനൊരു പപ്സ് വാങ്ങി തരട്ടെ എന്ന് പറഞ്ഞ് അവളെ അവൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അവന്റെ അച്ഛന് ബേക്കറി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനക്ക് കൊടുക്കുന്ന പപ്സും അവനക്ക് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അവൻ കൊണ്ടുവന്ന് പ്രതീക്ഷക്ക് കൊടുക്കാണ്. അങ്ങനെ അവര് ജോളിയായിട്ട് ലവ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാണ്. ഒരു ദിവസം പ്രതീക്ഷ കോൾ ചെയ്തിട്ട് പ്രവീണിനോട് പറയാണ് ഒരാഴ്ചത്തേക്ക് അവൾ ക്ലാസ്സിലേക്ക് വരില്ലാന്ന്. അവളുടെ മുത്തശ്ശിക്ക് എന്തോ ഒരു അസുഖം ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവളുടെ നാട്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരാഴ്ച അവള് ക്ലാസ്സിൽ വരില്ല. ഈ ഒരു ഗ്യാപ്പിലാണെന്ന് വെച്ചാല് ഫേസ്ബുക്കില് ഹീറോക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു: പ്രവീൺ, നിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ഞാന്, പക്ഷെ ബി സെക്ഷനിലാണ്. ഞാൻ ഡെയിലി നിന്നെ കാണാറുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കാണ്. അവളുടെ പേര് സോണൽ എന്നായിരുന്നു. സോണൽ, നല്ല പേരാണെന്ന് വിചാരിച്ച അവനും ഓക്കെ നമുക്ക് നാളെ ക്യാൻറ്റീനിൽ മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ രണ്ടുപേരും ക്യാൻറ്റീനിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോണലിനെ കണ്ട അവനാന്ന് വെച്ചാൽ അപ്പൊ തന്നെ ഫ്ലാറ്റ് അവളുടെ മുന്നിൽ സറണ്ടർ ആവാം. പക്ഷെ അവന് ഓൾറെഡി ഇപ്പൊ പ്രതീക്ഷനെ ലവ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സോണലിനോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം സോണൽ പ്രവീണിനെ കണ്ടപ്പോ തന്നെ എനിക്ക് ചേട്ടൻ ഇഷ്ടമാണെന്നും ഐ ലവ് യു എന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാണ്. ഫസ്റ്റ് ഡേ തൊട്ട് അവള് അവനെ ലവർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ പ്രവീണും സോണലിന്റെ ഭംഗിയിലും മയങ്ങിയോണ്ട് തന്നെ നോ ഒന്നും പറയുന്നില്ല. ഓക്കെ ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് സൈഡിൽ കൊണ്ടുപോവാന്ന് അവനും വിചാരിക്കാണ്. ഒരേ ടൈമിൽ ഇപ്പൊ രണ്ടുപേരെയാണ് പ്രവീൺ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ രണ്ടുപേരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് അവൻ അങ്ങനെ ഉപദേശിക്കാണ്, നീ ചെയ്യുന്ന ഭയങ്കര തെറ്റാണെന്നും ഇത് ശരിക്കും ഒരു പെൺകോന്നന്റെ പ്രവൃത്തികളാണ് നീ ചെയ്യുന്നത്, പ്രതീക്ഷനെ നീ സ്നേഹിക്കുന്നല്ലേ, പിന്നെ എങ്ങനെയാണ് നീ സോണലിന്റെ കൂടെ കറങ്ങി നടക്കുന്നത്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രവീൺ പറയുന്ന ഒരു ന്യായം എന്ന് വെച്ചാല് അവൻ സോണലിനെ ലവ് ചെയ്യുന്നില്ല എന്നാണ്, പ്രതീക്ഷനെ മാത്രമാണ് ലവ് ചെയ്യുന്നത്, പിന്നെ സോണലാണ് എന്റെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കുന്നത്. അന്ന് വെച്ചാൽ എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റുമോ, നമ്മളൊരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതൊരു സുഖല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഒഴിവാക്കാണ്ട് കൂടെ കൊണ്ട് നടക്കുന്നത്. അവള് പ്രപ്പോസ് ചെയ്തട്ടെ, എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഫ്രണ്ട്സ് ഇതിനോട് ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ നാളെ തന്നെ നീ സോണലിനോട് സംസാരിച്ച് നിനക്ക് അവളെ ഇഷ്ടമല്ലാന്നും ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കൾച്ചറൽ പ്രോഗ്രാം നടക്കാണ് സ്കൂളിൽ. പ്രതീക്ഷ ആണെങ്കിലോ പ്രവീണിന്റെ ഡാൻസ് കാണാൻ വേണ്ടി മാത്രമായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. പ്രവീണിന്റെ പെർഫോമൻസ് കഴിഞ്ഞതും പ്രതീക്ഷ അവന്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര സൂപ്പർ ആയിട്ട് ഡാൻസ് കളിച്ചു, നല്ല രസമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് ദൂരെ നിന്ന് സോണല് പ്രവീണിനെ വിളിക്കുന്നുണ്ട്. പ്രവീണും അതെന്റെ ഫ്രണ്ടാണ്, അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാന്ന് പ്രതീക്ഷനോട് പറഞ്ഞതിന് ശേഷം സോണലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോണലാണെന്ന് വെച്ചാല് അവനോട് നല്ല അറ്റാച്ച്മെന്റിൽ തന്നെ ആയിരുന്നല്ലോ, അവന്റെ കൈയൊക്കെ പിടിച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് സംസാരിക്കുന്നത് ദൂരെ നിന്ന് പ്രതീക്ഷയും കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഫസ്റ്റ് കണ്ടപ്പോ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ അവളുടെ കൂടെ രണ്ട് ഫ്രണ്ട്സ് വേറെ ഉണ്ടായിരുന്നു. അവര് പറയാണ്, അതെ നീ ഇങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും നിൽക്കണ്ട, ഇത് നല്ലതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടാ, അവര് തമ്മിൽ എന്തോ വേണ്ടാത്ത ബന്ധമുണ്ട്, അവൻ നിന്നെ ചീറ്റ് ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞൊന്ന് കൊളുത്തി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പ്രതീക്ഷ പ്രവീണിന്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്താണ് പറ്റിയെന്നും സോണലും നീയും തമ്മിൽ എന്താണ് ബന്ധം എന്നെല്ലാം ചോദിക്കാണ്. എന്നാ പ്രവീൺ പറഞ്ഞാണ്, സത്യമായിട്ട് ഒന്നില്ല പ്രതീക്ഷ, ഞങ്ങൾ ശരിക്കും ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു തന്നോന്ന് വിചാരിച്ച് നീ അതൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ, നീ അതൊന്നും വിശ്വസിക്കരുത്, ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുള്ളൂ എന്നും പറഞ്ഞ് പ്രവീൺ എങ്ങനെയൊക്കെ അവളെ ഒതുക്കി വിടുന്നുണ്ട്. പ്രവീണിന്റെ ഫ്രണ്ട്സ് പിന്നെ വിളിച്ച് അവനെ ഉപദേശിക്കുന്നുണ്ട്. പ്രവീണെ, ഇതിനു ശേഷം നീ ഈ രണ്ടുപേരെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. നീ പ്രതീക്ഷനെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോണലിന്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് നാളെ തന്നെ സോണലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒന്നുമില്ല, ഇനി സംസാരിക്കേണ്ടെന്ന് പറയണം എന്ന് പറയാണ്. അതിന് പ്രവീണും സമ്മതിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാത്രി ഒരു റോഡിൽ വെച്ച് സോണലിനോട് നമുക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി കാണുന്നുണ്ട്. എന്നിട്ട് പ്രവീണ് സോണലിനോട് പറയാണ്, ഞാൻ പ്രതീക്ഷനെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് നിന്നോട് ഒരു താല്പര്യവും ഇല്ല, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല, നമ്മ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്, ഇപ്പൊ നിനക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണ്ട, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറയാണ്. എന്നാ സോണൽ അപ്പൊ തന്നെ ഈ പറഞ്ഞതൊക്കെ കണ്ണി നോക്കി പറയാനായിട്ട് പറയുന്നുണ്ട്. അവളുടെ കണ്ണി നോക്കി അവൻ നിന്നതും അവളാന്ന് വെച്ചാൽ കൊഞ്ചിക്കൊഴഞ്ഞ് അവനെ മയക്കുന്നുണ്ട്. സോണൽ ആ സമയം അപ്രതീക്ഷിതമായിട്ട് അവനൊന്ന് ഹഗ് ചെയ്യാണ്. ടീനേജ് പ്രായല്ലേ, അതുകൊണ്ട് അവനക്കും കൺട്രോൾ കിട്ടിയില്ല, അവനും തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതല്ല, അങ്ങ് ദൂരെ ഒരാൾ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആരാണെന്ന് നോക്കിയാൽ അത് പ്രതീക്ഷയായിരുന്നു. അവളും കരഞ്ഞോണ്ട് അടുത്തേക്ക് വന്നിട്ട് പ്രവീണിന്റെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നട റോഡിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് തന്നെയാണോ നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. എന്നാ പ്രവീൺ അപ്പൊ തന്നെ, എന്താണ് പ്രതീക്ഷ ഇങ്ങനെയൊക്കെ, എനിക്ക് എന്താണ് പറ്റിയത്, നിനക്ക് എന്നെ ഡൗട്ടാണല്ലേ, ഞാൻ എല്ലാ സമയവും നിന്നെ ആലോചിച്ച് നിന്നെ മാത്രം സ്നേഹിച്ചാണ് നടക്കുന്നത്, ഞാൻ ഇതുവരെ സോണലിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവളാണ് എന്റെ പിന്നാലെ നടന്ന എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞത്, ഇപ്പൊ പോലും ഞാൻ അവളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചോക്ക്, എനിക്ക് പ്രതീക്ഷനെ ഇഷ്ടമാണ്, അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞേ, എന്നിട്ടും നിനക്ക് എന്നെ ഡൗട്ടാണല്ലേ, ശരി ഓക്കെ, നിനക്കിനി ഡൗട്ടാണെങ്കിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം, ലെറ്റ്സ് ബ്രേക്കപ്പ്. പിന്നെ എന്റെ പിന്നാലെ ചുറ്റി നടക്കുന്ന സോണലിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അവൾ എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കുന്നതല്ലേ പാവം, ഇനി ഞാൻ അവളെ സ്നേഹിച്ചോളാന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് ഈ കഥയിലെ
ഏറ്റവും വലിയ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി സോണൽ ഈ പ്രതീക്ഷയുടെ ഗാങ്ങിലുള്ള ഒരു ഫ്രണ്ട് തന്നെ ആയിരുന്നു. അതായത് പ്രതീക്ഷയുടെ ഫ്രണ്ടാണ് ഈ സോണല്. പ്രതീക്ഷ ഇല്ലാത്ത ഈ ഒരാഴ്ച അവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ ഹീറോനെ പറ്റിയിട്ട് പ്രതീക്ഷയ്ക്ക് മനസ്സിലാപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സോണലി ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതെല്ലാം മനസ്സിലാപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വല ഹീറോക്ക് വേണ്ടി സോണലി വിരിച്ചത്. അതിൽ ഹീറോ നന്നായി തന്നെ വീഴുകയും ചെയ്തു. ഒരു വശത്ത് സോണലിനെ പ്രവീൺ നോക്കിയതും അവളാന്ന് വെച്ചാല് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു വശത്താണെന്ന് വെച്ചാലോ പ്രതീക്ഷ കരഞ്ഞോണ്ട് ഇഷ്ട നീ എന്നാലും എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തിട്ട് ഒന്ന് കൊടുക്കാണ്. അപ്പൊ അതേ വേറൊരു ടെസ്റ്റ്. ഈ സമയമാണ് ബേക്കറി പൂട്ടിയിട്ട് അച്ഛൻ വീട്ടിലേക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് റോട്ടിൽ നിന്നിട്ട് ഒരു പെൺകുട്ടി അവന്റെ മുഖത്തടിക്കുന്നത് അച്ഛൻ കാണാണ്. ഇപ്പൊ എല്ലാം കൊണ്ടും തൃപ്തിയായി. ഇതിനുശേഷം ഈ ഒരു അച്ഛനാണെന്ന് വെച്ചാല് പ്രവീണിനെ വല്ലാതെ തന്നെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങാണ്. നല്ലോണം പണിയെടുപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വണ്ടി തുടപ്പിക്കുന്നു, ബേക്കറിയിലുള്ള കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നന്നായി തന്നെ അച്ഛൻ അവനെ പിഴിയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും സ്കൂളില് പ്രതീക്ഷയും പ്രവീണും തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ടുള്ള സോണലില്ലേ അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ടോണ്ടിരിക്കുകയാണ് പ്രവീണും അവന്റെ ഫ്രണ്ട്സും കൂടി. ആ ഒരു സെയിം ടൈമിലാണ് ഇവരുടെ സ്കൂളിൽ നിന്ന് ആലപ്പുഴയ്ക്കോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട്സും പ്രവീണും എല്ലാരും കൂടി ട്രിപ്പ് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ ഫ്രണ്ട്സും പ്രവീണും കൂടി സോണലിനെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. സോണലിന്റെ ട്രിപ്പ് അങ്ങനെ തന്നെ അവർ സ്പോയിൽ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവള് വല്ലാതെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ കരയുന്ന സമയത്ത് കനക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നമ്മുടെ കഥയിലെ നായികയാണെന്നൊക്കെ പറയാം. അവള് വല്ലാത്തൊരു പഠിപ്പി തന്നെ ആയിരുന്നു കേട്ടോ. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ക്ലാസ്സിലെ പൂച്ചക്കുട്ടി. അവൾ ഇത് കണ്ടിട്ട് സോണലിനോട് ചെന്നിട്ട് നീ എന്താ കരയുന്നേ, എന്ത് പറ്റി, എന്താണ് കാരണം എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ സോണലും നടന്ന കാര്യങ്ങളൊക്കെ കനകയോട് പറയാണ്. കനക ഈ സമയം ഭയങ്കര വയലന്റ് ആയിട്ട് രവീന്റെയും ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയിട്ട് അവരുടെ മുഖത്തിട്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരോട് നല്ല ദേഷ്യത്തിലാണ് അവള്. ഇത്ര നാളും ക്ലാസ്സിലെ ഒരു പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ച കനക ഇപ്പൊ ഒരു പുലിക്കുട്ടി ആയിക്കാണ്. ഇപ്പൊ കനക ഇങ്ങനെ പെരുമാറിയോണ്ട് തന്നെ അവളോടും എങ്ങനെയെങ്കിലും ഒക്കെ പ്രതികാരം ചെയ്യണമെന്ന് പ്രവീൺ വിചാരിച്ചുകൊണ്ട് അവർ സ്കൂളിലേക്ക് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഒരു ദിവസം ക്ലാസ്സിലേക്ക് കനക അവളുടെ ഫാമിലി ആൽബം കൊണ്ടുവരുന്നുണ്ട്. അതില് അവളുടെ അച്ഛന്റെ ഫോട്ടോയില് അച്ഛന് മുടി ഉണ്ടായിരുന്നില്ല, മൊട്ടത്തലയായിരുന്നു. അത് പറഞ്ഞിട്ട് അച്ഛന് മൊട്ടത്തലയാണെന്നും നിങ്ങൾക്ക് ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ അവളുടെ അച്ഛന്റെ തലയിൽ പോയി കളിച്ചോളാനെല്ലാം പറഞ്ഞ് പ്രവീൺ കനകയെ കളിയാക്കുന്നുണ്ട്. കനക ഇതൊക്കെ കേട്ട് വല്ലാതെ കരയാണ്. ആ സമയത്ത് തന്നെ ടീച്ചർ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഹീറോന്റെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ കനക കരയുന്ന കണ്ടിട്ട് പ്രവീണിന് പണി കിട്ടിയെന്നാ തോന്നുന്നേ. ടീച്ചർ എങ്ങാനും കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ടീച്ചർ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. ഇത് കേട്ട ഹീറോയും വല്ലാതെ പേടിക്കുന്നുണ്ട്. ഹീറോ ആണെന്ന് വെച്ചാൽ പതുക്കെ കനക പ്ലീസ് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കനക ഇപ്പോഴും തേങ്ങി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ടീച്ചർ അടുത്തേക്ക് വന്നിട്ട് എന്താ കുട്ടി കരയുന്നേ, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എണീറ്റ് നിന്ന് ഇപ്പൊ പ്രവീണിനെ ഒറ്റ കൊടുക്കുന്ന അവൻ വിചാരിച്ചാലും അവൾ പെട്ടെന്ന് പറയാണ് എനിക്ക് തലവേദന എടുക്കുന്നു, ഞാൻ മെഡിക്കൽ റൂമിൽ പോയിട്ട് കുറച്ച് വിക്സ് എടുത്തിട്ട് വരാം. ടീച്ചർ അപ്പൊ ആരെങ്കിലും തലവേദനക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയോ, കുഴപ്പമില്ല പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയെ ഒറ്റ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അന്ന് മുതല് കനകയെ ഹീറോ നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവള് വിചാരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അന്നത്തെ ആ ഒരു ദിവസം അവൾക്ക് അവനെ ഒറ്റ കൊടുക്കായിരുന്നു. അതൊന്നും ചെയ്യാത്തോണ്ട് അവള് വാ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ അവൻ അവളെ ലവ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഒരു ദിവസം ക്ലാസ്സിൽ ആരുമില്ലാത്ത സമയത്ത് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ അന്ന് ടീച്ചറോട് ഒന്നും പറയാതിരുന്നതെന്ന്. നിനക്ക് വേണമെന്ന് വെച്ചാൽ എന്നെ ഒറ്റ കൊടുക്കായിരുന്നു, എന്തുകൊണ്ടാണ് നീ ഒറ്റ കൊടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ കനകക്ക് അതിനുള്ള മറുപടി അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് സംസാരിച്ച് നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഇപ്പൊ കനകക്ക് വേണ്ടി അവൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു, ഡെയിലി കറങ്ങുന്നുണ്ട് അവളുടെ കൂടെ. അങ്ങനെ അവര് വലിയ ഫ്രണ്ട്സ് തന്നെ ആവാണ്. ഒരു ദിവസം അവരുടെ സ്കൂളിലെ കറസ്പോണ്ടന്റ് മരിച്ചോണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് കൊടുക്കാണ്. അങ്ങനെ എല്ലാ കുട്ടികളോടും വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവീണ് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നും കനകയോട് അവളുടെ വീട്ടിലേക്ക് വരാനും കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് സർപ്രൈസ് കൊടുക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ മാത്രം വന്നാൽ വലിയ രസം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലുള്ള എല്ലാവരും വിളിച്ചു കൊണ്ടുപോയാലോന്ന് കനക പ്രവീണോട് ചോദിക്കാണ്. വേറെ നിവൃത്തിയില്ലാതെ ക്ലാസ്സിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടില് ബർത്ത്ഡേ ഇല്ലാതെ അമ്മക്ക് വേണ്ടിയിട്ട് അവര് കേക്ക് മുറിക്കുന്നു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പേക്കോലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. ആ ടൈമില് കുറച്ചു നേരം കൂടി നീ ഇവിടെ നിൽക്കുക കനക, അമ്മനോട് കുറച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് പ്രവീൺ അവളെ വീട്ടിൽ കുറച്ചു നേരം കൂടി പിടിച്ചു നിർത്താണ്. ഈ ഒരു ടൈമില് അച്ഛൻ ബേക്കറി അടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അച്ഛനപ്പോ ഇവിടെ എന്താണ് വിശേഷം, ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ പ്രവീണ് എല്ലാ കള്ളങ്ങളും പൊളിയാതിരിക്കാൻ വേണ്ടി മുന്നിൽ കയറിയിട്ട് അച്ഛൻ മറന്നായി നമ്മുടെ ബർത്ത്ഡേ അല്ലേ, അച്ഛനപ്പോ അത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കാണ്. അത് കേട്ട അച്ഛനും അയ്യോ പെട്ടാന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേ അല്ലേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ രാത്രി സർപ്രൈസ് ആയിട്ട് ആഘോഷിക്കാന്ന് വെച്ചിരുന്നതാ. നീ ഇപ്പൊ എന്തായാലും
ചോദിച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ്. സംഭവം അച്ഛനും അറിയൂല അമ്മയുടെ ബർത്ത്ഡേ എന്താണെന്ന്. ഇപ്പൊ കനക അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ഏതായി പെൺകുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടാണ്. എന്തായാലും ടൈം വൈകില്ലേ, ആ കുട്ടിക്ക് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോ വിളിച്ച് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പ്രവീൺ എങ്ങനെയെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൻക്ക് അതിന് പറ്റുന്നില്ല. അവളുടെ മനസ്സിലും ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്, അവളും പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അവൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു സമയത്താണ് മുട്ടകലക്കി സോങ് ഇല്ലേ അതൊക്കെ വരുന്നത്. ഇങ്ങനെ ഹീറോന്റെ ലൈഫ് ജോളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്കൂളില് ആനുവൽ ഡേ വരാനിരിക്കുകയാണ്. ആ ആനുവൽ ഡേയുടെ ദിവസം ഹീറോ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്ന് കനകയോട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. അവൻ നല്ല പൈസ ഉള്ള വീട്ടിലെ ഒരു പയ്യനായിരുന്നു. സിദ്ധാർത്ഥും ഹീറോയും തമ്മിൽ അത്ര വലിയ ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പ്രവീണിനോട് ഡാൻസ് പെർഫോമൻസ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ ആനുവൽ ഡേയുടെ ആ ഒരു ദിവസം പ്രവീണും ഗാങ്ങും സ്റ്റേജിൽ ചെന്ന് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് സിദ്ധാർത്ഥിനെ അവരൊരു റൂമിലിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്റ്റേജിൽ വന്ന് ഡാൻസ് പെർഫോമൻസ് ഒക്കെ നന്നായി തന്നെ ചെയ്യാണ്. ഇതെല്ലാവരും കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഹീറോന്റെ പെർഫോമൻസ് കഴിഞ്ഞതും സിദ്ധാർത്ഥ് റൂമിന്റെ ലോക്ക് എങ്ങനെയൊക്കെ തുറന്നിട്ട് പ്രവീണിന്റെ അടുത്ത് വന്നതിന് ശേഷം ദേഷ്യത്തോടുകൂടി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ പ്രവീണും അവനും തമ്മിൽ നല്ല ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടാവാണ്. ആ ഒരു സമയത്ത് കനക അവിടേക്ക് വന്നിട്ട് പ്രവീണിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. കനക നന്നായി തന്നെ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പ്രവീണിന്റെ ഫ്രണ്ട്സും ശ്രദ്ധിക്കുന്നുണ്ട്. അവര് പ്രവീണിനോട് പറയാണ്, ഇപ്പൊ നീ കനകയോട് ചെയ്യുന്നതില്ലേ അതാണ് യഥാർത്ഥ പ്രണയെന്ന്. ഇതിനു മുമ്പ് നീ ചെയ്തതെല്ലാം ചുമ്മാതായിരുന്നു, അത് നിനക്ക് ശരിക്കും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ കനകയോട് നിനക്ക് ശരിക്കും ഉള്ളത് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഇഷ്ടം നീ അവളോട് തുറന്നു പറയണമെന്ന് പറയുന്നുണ്ട്. ഹീറോ അങ്ങനെ കനകയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാന്ന് കരുതി ധൈര്യത്തോടുകൂടി അവളുടെ അടുത്തേക്ക് പോയി എങ്ങനെയൊക്കെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചും കനക പ്രപ്പോസ് ചെയ്യുന്നു വിചാരിച്ചാൽ അവള് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നത്. കനക പ്രവീണിനോട് പറയാണ്, അയ്യോ പ്രവീണെ, നിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് കണ്ടത്. എനിക്ക് ഒരിക്കലും നിന്നെ അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നീ ഇങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മ രണ്ടുപേരും ഒട്ടും സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു സംഭവത്തോടു കൂടി പ്രവീണിന്റെ മനസ്സാകെ തകർന്നു പോവാണ്. അവൻ അവിടെ മാറി നിന്ന് കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും വന്ന് അവനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് പ്രവീൺ ശ്രദ്ധിക്കുന്നത് അവന്റെ ഗ്യാങ്ങിൽ ബബ്ലു എന്ന് പറഞ്ഞ അവന്റെ ഫ്രണ്ടിന്റെ കണ്ണിൽ ആരോ അടിച്ചിട്ടുണ്ട്. കണ്ണ് വീങ്ങിയിരിക്കുന്നതല്ല. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ സിദ്ധാർത്ഥിന്റെ ഗ്യാങ് അവനെ പൂട്ടിയിട്ടതുകൊണ്ട് അടിച്ചതാണെന്ന് പറയാണ്. ഓൾറെഡി കനകയോട് അവന്റെ ഇഷ്ടം പറഞ്ഞപ്പോ അവള് റിജക്ട് ചെയ്തതിന്റെ ദേഷ്യം അവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാണ്. ആ ദേഷ്യത്തിലാണ് പ്രവീൺ ഉള്ളത്. ആ ഒരു ദേഷ്യം മുഴുവൻ അവൻ സിദ്ധാർത്ഥിന്റെ ഗ്യാങ്ങിനോട് കാണിക്കുകയാണ്. അങ്ങനെ അവരായിട്ട് ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും പ്രിൻസിപ്പലിന്റെ റൂമിലുള്ളതാണ് കാണിക്കുന്നത്. ഈ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീട്ടിലത്തെ പയ്യനായതുകൊണ്ട് തന്നെ വേഗം തന്നെ അവന്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അച്ഛൻ പറയാണ്, ഇതുപോലത്തെ ഒരു റൗഡി പയ്യനെ ഇനിയും നിങ്ങൾ ഇവിടെ തന്നെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, വേഗം തന്നെ പ്രവീണിന്റെ TC കൊടുത്ത് പറഞ്ഞയക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും പ്രവീണിന്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം അവന്റെ TC കൊടുക്കാൻ പോകുന്നു എന്ന് പറയാണ്. എന്നാൽ അമ്മ കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിന്റെ കാല് പിടിച്ച് ഈ ഒരു തവണത്തേക്കും കൂടി ക്ഷമിക്കണമെന്നും അവൻ ഇനി ഇതുപോലെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പള് അടുക്കുന്ന ലക്ഷണമേ ഉണ്ടായിരുന്നില്ല. അമ്മ ആ ഒരു വിഷമത്തില് അവിടെ തല കറങ്ങി വീഴുന്നുണ്ട്. എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ അമ്മയെ ചെക്ക് ചെയ്തതിനു ശേഷം അച്ഛനെ വിളിപ്പിച്ചിട്ട് പറയാണ്, അമ്മക്ക് ഒരു മൈൽഡ് അറ്റാക്ക് ആണ് വന്നിരിക്കുന്നത്. അമ്മയുടെ ഹാർട്ട് ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഒബ്സർവേഷൻ ഇരിക്കട്ടെ, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാം. അധികം ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന്. ഈ ഒരു സംഭവത്തോടുകൂടി പ്രവീണിന്റെ അച്ഛന് അവനോടുള്ള ദേഷ്യം ഭയങ്കരമായിട്ട് കൂടാണ്. തന്റെ ഭാര്യ ഈ ഒരു അവസ്ഥയിൽ വരാൻ കാരണം പ്രവീണാണെന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പഠിക്കാതെ TC കൊടുത്ത് അയക്കുന്ന ലെവലിലേക്ക് പോയിട്ട് അവളുടെ മനസ്സ് തകർത്തോണ്ടാണ് അവളിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥയിലായത്. അതുകൊണ്ട് തന്നെ പ്രവീണിന്റെ അച്ഛൻ ഒരൊറ്റ അടി അവനക്ക് കൊടുക്കാണ്. ഇതിനുശേഷം പ്രവീൺ ടോട്ടൽ ഡൗൺ ആവുന്നുണ്ട്. ഹോസ്പിറ്റല്, വീട് എന്ന് പറഞ്ഞ് അച്ഛനാണ് ഇപ്പൊ അമ്മയെ പൊന്നുപോലെ നോക്കുന്നത്. ഒരു ഭാഗത്ത് ഹീറോ ഭയങ്കര ശോകത്തോടു കൂടി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പ്രിൻസിപ്പൽ അവനോട് ഇതിനുശേഷമെങ്കിലും മര്യാദക്ക് പഠിച്ച് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കി എന്ന് പറഞ്ഞ് അവന്റെ TC കൊടുക്കാതെ അവനക്ക് ഒരു അവസരം കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ഭയങ്കര ശോകത്തോടു കൂടി ക്ലാസ്സിലേക്ക് വരുന്നത് കനക കാണുന്നുണ്ട്. കനകയെ കണ്ടിട്ടും അവൻ മിണ്ടാതെ പോകാണ്. അതുകൊണ്ട് തന്നെ കനക പെട്ടെന്ന് അവനെ വിളിപ്പിച്ചതിന് ശേഷം, നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റാണ്, പക്ഷെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഇന്നേ വരെ ഒരു ടെസ്റ്റിന് പോലും പാസ്സായിട്ട് പോലും ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റിനെങ്കിലും നീ പാസ്സായിട്ടുണ്ടോ? നിനക്ക് ലൈഫിനെ കുറിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞാൻ എങ്ങനെയാണ് നിന്നെ വിശ്വസിച്ച് നിന്നെ സ്നേഹിക്കുക? എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ നിന്റെ കൂടെ വന്നാല് എന്റെ ലൈഫും കൂടി ഇല്ലാതാവും. ആ ഒരു സമയത്ത് പ്രവീണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് കനകയോട് ചോദിക്കുകയാണ്, ഈ വരുന്ന +2 എക്സാമിന് അവൻ പാസ്സായിട്ടുണ്ടെങ്കിൽ നീ അവനെ സ്നേഹിക്കുമെന്ന്. അപ്പൊ തന്നെ കനകയും +2 എക്സാമിന് അവൻ പാസ്സായിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അപ്പൊ തന്നെ ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ പിന്നീട് നന്നായി തന്നെ പഠിക്കാനായിട്ട് തുടങ്ങാണ്. അമ്മയും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രവീൺ ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പഠിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് അമ്മയും ശ്രദ്ധിച്ച് അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പ്രവീൺ ഇപ്പൊ മുന്നത്തെ പോലെ ഒന്നല്ല, അവൻ നന്നായി പഠിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ദിവസങ്ങളെല്ലാം ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവീണിന്റെ ബോർഡ് എക്സാമിന്റെ ദിവസവും വരുന്നുണ്ട്. അവന് നന്നായി തന്നെ പഠിച്ച് എക്സാം എഴുതാനായി പോകുന്ന സമയത്ത് അമ്മക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരാണ്. ഒന്നുമില്ലാടാ, പ്രശ്നമൊന്നുമില്ല, നീ എക്സാമിന് പൊക്കോ, ഞാൻ അച്ഛനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പൊക്കോളാന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും പ്രവീണിന് അമ്മയെ ഒറ്റയ്ക്കാക്കി പോവാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവൻ അമ്മയെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം ഹാളിൽ എല്ലാ കുട്ടികളും എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ പ്രവീൺ മാത്രം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുറത്ത് അമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവിടേക്ക് പ്രവീണിന്റെ അച്ഛനും വരുന്നുണ്ട്. ഡോക്ടർ അമ്മയെ ചെക്ക് ചെയ്തതിന് ശേഷം അവൾക്ക് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഗ്യാസിന്റെ പ്രോബ്ലം ആയിരുന്നു എന്ന് പറയാണ്. അപ്പോഴാണ് പ്രവീൺ ഒന്ന് സമാധാനായത്. ഇപ്പൊ എക്സാമിനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അച്ഛനോട് പ്രവീൺ എന്ന എക്സാം ആണ്, അവനെ വേഗം സ്കൂളിൽ കൊണ്ടുപോയി ആക്കാനായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം പ്രവീണിനോട് അവന്റെ അച്ഛൻ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ പയ്യൻ എക്സാം ആണെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ പ്രവീണിന്റെ അടുത്ത് പോയിട്ട് വായ, ഞാൻ നിന്നെ സ്കൂളിലാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ പ്രവീണിന്റെ അച്ഛൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ അവനോട് പറയാണ്, പ്രവീണെ ഒരു പ്രശ്നവും ഇല്ല, എന്തായാലും നമുക്ക് നോക്കാം, നീ എന്തായാലും എക്സാം പറ്റുന്ന പോലെ എഴുതാൻ നോക്ക് എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റില് പ്രവീൺ എക്സാം ഹാളിൽ എത്തി എക്സാം എഴുതാനായി തുടങ്ങാണ്. അവന്റെ കൈയും കാലും എല്ലാം പേടിച്ചുകൊണ്ട് വിറയ്ക്കുന്നുണ്ട്. അവൻക്ക് ആദ്യമായിട്ടാണ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം. അവൻ പിന്നെ എക്സാം എഴുതുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് സീൻ കട്ട് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇന്നാണ് ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. അവന്റെ അമ്മ പതിവ് പോലെ തന്നെ പൂജ എല്ലാം ചെയ്ത് ആ പഴം കൊണ്ട് ജ്യൂസ് അടിച്ച് മകനെ പോയി വിളിക്കുന്നുണ്ട്. അവനും വേഗം തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒരു ജ്യൂസ് കുടിച്ച് സന്തോഷത്തോടുകൂടി അമ്മ തയ്ച്ച ഡ്രസ്സ് ഇട്ട് അമ്മയും മകനും കൂടി റിസൾട്ട് നോക്കാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അച്ഛനും ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് 3 പേരും കൂടിയാണ് സ്കൂളിലേക്ക് റിസൾട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സ്കൂളിലെ എല്ലാവരും ടെൻഷനോടുകൂടി തന്നെ അവരുടെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രവീണിന്റെ അമ്മയും റിസൾട്ട് നോക്കിയിട്ട്, എടാ പ്രവീണ്, നീ എന്ത് കൊടുത്തൊക്കെയാടാ ഒപ്പിച്ചേക്കണേ, ബാനറിൽ നിന്റെ ഫോട്ടോ വരെ വന്നിട്ടുണ്ടല്ലോ, അതിന് മാത്രം നീ എന്ത് തെറ്റാടാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെയാണ് ഒരു വലിയ ടെസ്റ്റ് ഉള്ളത്. പ്രവീണിന് ബോർഡ് എക്സാമിൽ 9th റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബാനറിൽ ഇപ്പോൾ അവന്റെ ഫോട്ടോ വന്നിരിക്കുന്നത്. ചുറ്റുള്ള പാരന്റ്സ് എല്ലാവരും പ്രവീണിന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങളുടെ മകന് 9th റാങ്ക് ഉണ്ട്, അതുകൊണ്ടാണ് ബാനറിൽ ഫോട്ടോ വന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയത്ത് ഹീറോയിന്റെ അച്ഛനും അമ്മയും അവനെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. റിസൾട്ട് നോക്കിയതിന് ശേഷം ഹീറോ നേരെ കനകയെ കാണാനായിട്ടാണ് പോകുന്നത്. കനക കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹീറോന്റെ അടുത്ത് വന്നതിന് ശേഷം, എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്തു എന്നും പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഹീറോ പറയാണ്, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുന്നു. ഇവിടെയാണ് ഒരു വലിയ ടെസ്റ്റ് ഉള്ളത്. അന്ന് പ്രവീണിനെ അവന്റെ അച്ഛൻ അടിച്ചില്ലേ, അന്ന് രാത്രി അച്ഛൻ വീട്ടിലേക്ക് കുടിച്ചിട്ടാണ് വന്നത്. പ്രവീണിന്റെ അടുത്ത് ചെന്ന് അച്ഛൻ പറയാണ്, എനിക്ക് വലിയൊരു ബിസിനസ്മാൻ ആകണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ എനിക്കുള്ളതോ ഒരു ചെറിയ ബേക്കറി മാത്രം. അതെന്തുകൊണ്ടാണെന്ന് അറിയോ, ഞാൻ മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ട്. പഠിപ്പുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അവസ്ഥ നിനക്ക് വരരുത്. എൻ്റെ വീട്ടില് പഠിപ്പില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്റെ അമ്മ മാത്രമാണ് എനിക്ക് പഠിപ്പില്ലെങ്കിലും എനിക്ക് ഒന്നായില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നും പറഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. എൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവളുടെ വീട്ടുകാര് അവളെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. നിന്റെ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ സ്നേഹിച്ച് നടക്കാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ. ആദ്യം നിന്റെ അമ്മ എന്നിലെ പ്രതീക്ഷ വെച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നു, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി. പക്ഷെ ഇപ്പൊ നിന്നിലാണ് അവളുടെ പ്രതീക്ഷ മുഴുവൻ. ഞാൻ ജീവിതത്തിൽ തോറ്റുപോയത്, ഒരു തോറ്റുപോയ അച്ഛന്റെ അപേക്ഷയാണ് ഇത്. നീയെങ്കിലും നിന്റെ ജീവിതത്തിൽ ജയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനുശേഷമാണ് പ്രവീണിന് താൻ എത്രത്തോളം അവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ടുള്ളൂ എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നത്. ഇപ്പൊ കനകയോട് പ്രവീൺ പറയാണ്, ഇപ്പൊ ഞാൻ +2 എക്സാമിന് പാസ്സായില്ലാന്നുണ്ടെങ്കിൽ നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയായിരുന്നു. പക്ഷെ എന്റെ വീട്ടുകാർക്ക് കുറച്ചൊന്ന് വിഷമിച്ചാലും പിന്നീട് അവരെന്റെ കൂടെ തന്നെ നിൽക്കും, വേറെ എന്ത് ചെയ്യാമെന്ന് ഓർക്കും. അതുകൊണ്ട് ഇനി ഞാൻ എന്റെ അച്ഛനും അമ്മക്കും വേണ്ടിയാണ് ജീവിക്കാൻ പോകുന്നത്, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പ്രവീൺ അവിടെ നിന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോവാണ്. അമ്മയോട് പ്രവീണ് ഇനി ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അമ്മ നീ IAS ആയി കാണണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. IAS അല്ലേ, അതൊക്കെ സിമ്പിള്, ഞാൻ IAS തന്നെ ആവുമെന്ന് പ്രവീണും പറഞ്ഞ് അവിടെ നിന്ന് അവർ 3 പേരും കൂടി പോവാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക്